ഒരൊറ്റൊരെണ്ണത്തിന് വിശ്വസിക്കരുത്. ഗജ്ജ ഫ്രോഡുകളാണ്. എൻ്റെ പൊന്നു മോനെ അജേഷേ, നിനക്ക് പറ്റുമെങ്കിൽ ഉള്ള ജീവനും കൊണ്ട് രക്ഷപ്പെടാൻ നോക്കിക്കോ. അല്ലാതെ ജീവിതം കൊടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ പരിപാടി കയ്യിൽ നിന്ന് പോകും എന്നാണ് പൊന്മാൻ വീണ്ടും കാണുമ്പോൾ എനിക്ക് പറയാൻ തോന്നുന്നത്. പൊന്മാൻ എന്ന് പറയുന്ന സിനിമയുടെ OTT റിലീസ് വന്നതിന് ശേഷം എനിക്ക് സത്യത്തിൽ കുറച്ച് അഭിമാനവും സന്തോഷമൊക്കെ തോന്നുന്നുണ്ട്. അതായത് സിനിമ തിയേറ്ററിൽ റിലീസായ സമയത്ത് ഒരൊറ്റ തവണ തിയേറ്ററിൽ കണ്ടതിന് ശേഷം നമ്മൾ പറയുന്ന ഒരു അഭിപ്രായ പ്രകടനം ഉണ്ടല്ലോ. റിവ്യൂ എന്ന് എല്ലാവരും സെർച്ച് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ റിവ്യൂ എന്ന് വെക്കുന്നേ ഉള്ളൂ. അതൊരു റിവ്യൂ അല്ല, ഒരു ഫസ്റ്റ് ഇംപ്രഷനാണ് സിനിമ കണ്ടപ്പോൾ ആദ്യം ഫീൽ ചെയ്ത കാര്യങ്ങൾ. ആ ഒരു വീഡിയോയിൽ അന്ന് ഞാൻ ഒറ്റ വാചകത്തിലൊക്കെ പറഞ്ഞു പോയ കാര്യങ്ങൾ ഒരുപാട് എക്സ്പാൻഡ് ചെയ്ത് ഒരുപാട് പോസ്റ്റുകളായി കാണുന്നു, ഒരുപാട് അപ്രിസിയേഷൻ പൊന്മാൻ എന്ന് പറഞ്ഞ സിനിമയ്ക്ക് വരുന്നു. പലപ്പോഴും നമ്മൾ ഈ റിവ്യൂ വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ പോസിറ്റീവായി പറഞ്ഞ കാര്യങ്ങളൊക്കെ വലിയ തള്ളാതറ എന്ന് പറഞ്ഞൊരു കമൻറ്റ് വരും, അല്ലെങ്കിൽ പെയ്ഡാണെന്ന് പറഞ്ഞൊരു കമൻറ്റ് വരും. നെഗറ്റീവായിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയൊന്നും പറയാൻ മാത്രമൊന്നുമില്ല, ഇത് സൂപ്പർ പടമാണ് എന്ന് പറയുന്ന കമൻറ്റ്സ് വരും. എന്തായാലും സിനിമ തിയേറ്ററിൽ നിന്ന് OTTയിലേക്ക് എത്തുമ്പോൾ നമ്മൾ പറഞ്ഞ അഭിപ്രായത്തിനോട് കൂടുതൽ ആളുകൾ ചേർന്ന് നിൽക്കുന്നു, നമ്മുടെ ഒബ്സർവേഷൻസ് കുറേ ആളുകൾ അംഗീകരിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ അതൊരു സന്തോഷമുള്ളൊരു കാര്യമാണ്. എന്തായാലും അങ്ങനെ പൊന്മാൻ ഞാൻ വീണ്ടും കണ്ടു നോക്കി. അപ്പോൾ എനിക്ക് ഫീൽ ചെയ്ത കുറച്ച് കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ സംസാരിക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ കുറച്ചധികം ചർച്ചകൾ നടക്കുന്നുണ്ട്. ഞാനും എൻ്റെ ആ ഒരു റിവ്യൂ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. ചിലതൊക്കെ ഒന്നുകൂടി ഒന്ന് റിഫൈൻഡ് ആയിട്ട് സംസാരിക്കണം എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ഈ വീഡിയോയിൽ പല കാര്യങ്ങളും പറയുന്നത്. അപ്പോൾ ആദ്യം തന്നെ പൊന്മാൻ എന്ന് പറയുന്ന സിനിമ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഈ വീഡിയോ തുടർന്ന് കണ്ടാൽ നിങ്ങൾക്കൊരു തേങ്ങ മനസ്സിലാവാൻ പോകുന്നില്ല. അതിനേക്കാൾ വലിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് സ്പോയിലിംഗ് എലമെൻറ്റ്സ് ഉണ്ടാവും. സിനിമ ഒരു സിമ്പിൾ കഥയാണ്. നിങ്ങൾ എന്തായാലും സിനിമ കാണും, അതിനുശേഷം മാത്രം ഈ വീഡിയോ കാണാൻ ശ്രമിക്കുക. നമുക്ക് ആദ്യം മരിയാനോയെ കുറിച്ച് പറഞ്ഞുകൊണ്ട് തുടങ്ങാം. സജിൻ ഗോപു, നമ്മുടെ അമ്പാൻ ചെയ്തിട്ടുള്ള വേഷമാണ് മരിയാനോ എന്ന് പറയുന്നത്. ഗംഭീരമായിട്ട് അയാൾ സ്ക്രീനിലേക്ക് ആ വേഷത്തിനെ കൊണ്ടുവന്നിട്ടുണ്ട്. ഒരുപാട് ആളുകൾ മരിയാനോ എന്ന് പറയുന്ന കഥാപാത്രത്തിനെ വില്ലനായി കാണുന്നതിൽ ഒരു പ്രധാനപ്പെട്ട ഘടകം, ഒരുപാട് ചർച്ചകളൊക്കെ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ കണ്ടല്ലോ, അതിൽ പലയിടത്തും കണ്ടിട്ടുള്ളതിൽ എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം, ഈ സ്ത്രീധനമായി കിട്ടിയ സ്വർണം വിട്ടുകൊടുക്കില്ല എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ, അത് വിട്ടുകൊടുക്കാതിരിക്കാൻ വേണ്ടി ഒരാളെ കുത്താൻ തയ്യാറായ ഒരാളുടെ പേരിലാണ് സജിൻ ഗോപു അവതരിപ്പിച്ചിരിക്കുന്ന ആ കഥാപാത്രത്തിനെ കൂടുതൽ ആളുകളും വില്ലനായി കാണുന്നത്. എനിക്ക് അതുകൊണ്ട് മാത്രമല്ല അയാളെ വില്ലനായി കാണേണ്ടത് എന്നൊരു അഭിപ്രായമുണ്ട്. ആദ്യം നമുക്ക് ഈ സിനിമയിലെ സ്ത്രീധനം എന്ന് പറയുന്ന വിഷയത്തെക്കുറിച്ച് സംസാരിച്ചു തുടങ്ങാം. സ്ത്രീധനം എന്ന് പറയുന്നത് നിയമപ്രകാരം നിരോധിച്ചിട്ടുള്ളതാണ്. തീർച്ചയായും നമ്മളെല്ലാവരും അതിനോട് യാതൊരു തരത്തിലുള്ള ആഭിമുഖ്യവും കാണിക്കാൻ പാടില്ല എന്നുള്ള അഭിപ്രായമൊക്കെയാണ് എനിക്കുള്ളത്. പക്ഷേ നമ്മുടെ നാട്ടിലൊരു ട്രഡീഷണൽ വിവാഹം എടുക്കാം. 2025 ആകുമ്പോഴും നമ്മുടെ നാട്ടിൽ കൂടുതലായി നടക്കുന്ന വിവാഹങ്ങളുടെ ഒരു പൊതു സ്വഭാവം എടുത്ത് നോക്കുകയാണെങ്കിൽ, ഒരു പെണ്ണ് വീട്ടുകാർ ഒരു പയ്യനെ നോക്കി തുടങ്ങുന്നു, അതുപോലെ പയ്യൻ്റെ വീട്ടുകാർ പെൺകുട്ടിയെ നോക്കി തുടങ്ങുന്നു. പെണ്ണ് വീട്ടുകാർക്ക് ഒരുപാട് ഡിമാൻഡ് ഉണ്ടാവും. പയ്യന് ഇത്ര വിദ്യാഭ്യാസം ഉണ്ടാവണം, അവന് ഇങ്ങനൊരു ജോലി ഉണ്ടാവണം, ഗവൺമെൻറ് ജോലി, അതാണല്ലോ ഇപ്പോഴത്തെ ഏറ്റവും വലിയൊരു ചർച്ചാ വിഷയം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഗവൺമെൻറ് ജോലി ഉണ്ടോ, അല്ലെങ്കിൽ പ്രൈവറ്റ് സെക്ടറിലാണെങ്കിൽ അവൻ എന്ത് സാലറിയാണ്, ഏത് ദേശത്താണ് അവൻ ജോലി ചെയ്യുന്നത്, ഇങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ നോക്കും. അവൻ്റെ ഫാമിലി വെൽ സെറ്റിൽ ആണോ എന്നൊക്കെ നോക്കും. അപ്പോൾ ഇവിടെ എല്ലാത്തിലും കോമൺ ആയിട്ട് വരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അവൻ്റെ സാമ്പത്തിക പരിസ്ഥിതി എത്രത്തോളം നല്ലതാണ് എന്ന് പെണ്ണ് വീട്ടുകാർ നോക്കും. ഇനി ചെക്കൻ്റെ വീട്ടുകാർ നോക്കുമ്പോൾ എന്താണ്, ചെക്കന് പറ്റുന്ന ഒരു പെണ്ണുണ്ടോ എന്നുള്ളതാണ്. പ്രായം ഒരു ഘടകമായിട്ട് എടുക്കും. പിന്നെ വീട്ടുകാർ നോക്കുമ്പോൾ അവരുടെ കണ്ണിലുള്ള ഒരു സൗന്ദര്യ സങ്കല്പം അനുസരിച്ചുള്ള സൗന്ദര്യം എന്നുള്ള രീതിയിൽ അവർ നോക്കും. പിന്നെ നമ്മുടെ ചെക്കന് എന്ത് കൊടുക്കും, ഈ ഒരു സാധനം വരുമ്പോഴാണ് ഈ സ്ത്രീധനം എന്ന് പറയുന്ന ഒരു എലമെൻറ്റ് വരുന്നത്. എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ഇങ്ങനെയാണ്. ഒരാൺകുട്ടി അവൻ സമ്പാദിക്കാനും സ്വരുക്കൂട്ടി വെക്കാനും സമ്പന്നനാവാനും ഒക്കെ ട്രെയിൻഡാണ്. അതായത് കുട്ടിക്കാലം മുതലേ നമ്മളോട് പറയുന്നത് നല്ലോണം പഠിച്ച് നല്ലൊരു ജോലി വാങ്ങിക്കണം, ജോലി വാങ്ങിച്ച് നല്ല ശമ്പളമുള്ളൊരു ജോലി വാങ്ങിക്കണം, എന്നിട്ട് ഭാര്യയും പിള്ളേരൊക്കെ ആയിട്ട് ജീവിക്കുക എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റൊക്കെ ആണല്ലോ. അപ്പോൾ ഒരു 20 വയസ്സ് വരെ അല്ലെങ്കിൽ 21 വയസ്സ് വരെ ഞാൻ പഠിച്ചതിന് ശേഷം ഒരു ജോലിക്ക് പോകുന്നു, ട്രെയിനി ആയിട്ട് കയറുന്നു, പിന്നെയും കുറേ വർഷം ജോലി ചെയ്യുന്നു. അങ്ങനെ ജോലി ചെയ്ത് പൈസ ഉണ്ടാക്കി, ചിലപ്പോൾ കുടുംബപരമായിട്ടുള്ള എന്തെങ്കിലും ബാധ്യതകളുണ്ടെങ്കിൽ അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ലോൺ ഉണ്ടെങ്കിൽ അത് ക്ലോസ് ചെയ്തതിന് ശേഷം നല്ലൊരു ജോലി, അത്യാവശ്യം കൊള്ളാവുന്നൊരു വീട് ഒരു പക്ഷേ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടാവാം, അല്ലെങ്കിൽ അതിൻ്റെ അഡ്വാൻസ് കൊടുത്തിട്ടുണ്ടാവാം, ഇനി വീട് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ EMI അടയ്ക്കുന്നുണ്ടാവും. ഇങ്ങനെ എന്തെങ്കിലും ഒരു കണ്ടീഷനിലൂടെ കടന്നു പോകുമായിരിക്കും. അതായത് ജോലിയുണ്ട്, കയറി കിടക്കാൻ ഇടമുണ്ട്, EMI മറ്റു കാര്യങ്ങളൊക്കെ അടച്ചു പോകാനുള്ള വരുമാനമുണ്ട്, ജീവിത ചെലവിനെ പിടിച്ചു നിർത്താനുള്ളൊരു കഴിവുണ്ട്. അതായത് ഫിനാൻഷ്യലി സ്റ്റേബിൾ എന്ന് വേണമെങ്കിൽ പറയാവുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഫിനാൻഷ്യൽ ടേംസിൽ നോക്കുമ്പോൾ അതൊരു സ്റ്റെബിലിറ്റി ഒന്നുമല്ല എങ്കിൽ പോലും നമ്മുടെ നാട്ടിലൊരു കൺസെപ്റ്റൊക്കെ വെച്ചുകൊണ്ട് അവൻ, അതായത് ഈ കല്യാണം കഴിക്കാൻ പോകുന്നവൻ ഏകദേശം അവൻ്റേതായിട്ടുള്ള ഇത്രയും വർഷത്തെ ഇൻപുട്ട് ഉണ്ടാക്കിക്കൊണ്ട് വന്നിട്ടുള്ള ഒരു ജീവിത ചുറ്റുപാടുണ്ട്. ഇവിടേക്കാണ് ഒരു പെൺകുട്ടിയെ അവൻ വിളിക്കുന്നത്, അല്ലെങ്കിൽ ഇൻവൈറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവർ ഒരുമിച്ച് ജീവിച്ച് തുടങ്ങുന്നത്. ഇവർ വന്നു കഴിയുമ്പോഴേക്കും ചിലപ്പോൾ ഈ പെൺകുട്ടിയുടെ പിന്നീട് അങ്ങോട്ടുള്ള ചിലവ് മുഴുവൻ ഈ പയ്യൻ നോക്കുമായിരിക്കും. ഇനിയിപ്പോൾ അങ്ങനെയല്ല, പെൺകുട്ടിയും ജോലിക്ക് പോകുന്നുണ്ട്, അപ്പോൾ അവളുടെ ചിലവും അവൻ്റെ ചിലവും നോക്കുന്നു. ഇവർക്ക് കോമൺ ആയിട്ടൊരു ബഡ്ജറ്റ് ഉണ്ട്, കാര്യങ്ങളൊക്കെ വെച്ച് ഇവർ മുന്നോട്ട് പോകുന്നു. ഇതിൽ ഏത് കണ്ടീഷൻ ആണെങ്കിലും ഈ ജീവിതം ഇതൊരു റേസ് ആണെന്ന് വിചാരിക്കും.
സ്റ്റാർട്ടിംഗ് പോയിന്റിൽ എത്രത്തോളം ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉണ്ടോ അത് പിന്നീട് അങ്ങോട്ടുള്ള ഓട്ടത്തിന് വളരെയധികം സഹായകമാവുകയാണ് ചെയ്യുക. അപ്പോൾ ഇപ്പോൾ ഉള്ള സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന് പറയുന്നത് ഈ ആൺകുട്ടി മാത്രം ഒറ്റയ്ക്ക് മെനക്കെട്ടുണ്ടാക്കിയിരിക്കുന്ന ഒരു ഫിനാൻഷ്യൽ ഒരു ബെഡാണ്. അവിടേക്കാണ് ഈ പെൺകുട്ടിയും കൂടി ഓടാൻ വരുന്നത്. നമ്മൾ ഈ തുല്യതയെക്കുറിച്ചൊക്കെ സംസാരിക്കുന്ന ഒരു കാലഘട്ടമാണല്ലോ. അപ്പോൾ ഈ ഓട്ടത്തിൻ്റെ ആ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് കുറച്ചും കൂടി ഗംഭീരമാവുന്നതിന് വേണ്ടി ആ പെൺകുട്ടിയുടെ കൂടി ഇൻപുട്ട് ഉണ്ടെങ്കിൽ, ഞാൻ പറയുന്നത് വീട്ടുകാരുടെ സ്വത്ത് എടുത്തുകൊണ്ട് വരണം അല്ലെങ്കിൽ സ്ത്രീധനം എന്നുള്ള അർത്ഥത്തിലൊന്നുമല്ല പറയുന്നത്. ഇപ്പോൾ ഞാൻ എൻ്റെ 26-ാം വയസ്സിൽ കല്യാണം കഴിക്കാൻ തീരുമാനിക്കുന്നു. എനിക്ക് 26 വയസ്സുണ്ട്. ഞാൻ അത്രയും നാളത്തെ എൻ്റെ സമ്പാദ്യമൊക്കെ ഒരുക്കി ഞാനൊരു സെറ്റപ്പിലായിട്ടുണ്ട്. ഞാനൊരു വിവാഹം കഴിക്കുകയാണ്. ഞാൻ വിവാഹം കഴിക്കുന്ന പെൺകുട്ടിയും അവളുടെ ഒരു 24 അല്ലെങ്കിൽ 25 വയസ്സ് അങ്ങനെയുള്ള പ്രായക്കുറവ് വേണമെന്നാണല്ലോ. അപ്പോൾ ഒരു 24 വയസ്സ് കൂട്ടിക്കുള്ളൂ. ആ 24 വയസ്സിനിടയിൽ സ്വന്തമായി പഠിച്ചൊരു ജോലി നേടി അത്യാവശ്യം ഒരു ചെറിയ സേവിങ്സ് അവളുടെ കയ്യിലുണ്ട്. അപ്പോൾ അതും കൂടി ഇൻവോൾവ് ചെയ്ത് ചിലപ്പോൾ ഞാനൊരു വീട് വാങ്ങിച്ചിട്ടുണ്ടാവും, അതിൻ്റെ EMI പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയായിരിക്കും. ചെറിയൊരു എമൗണ്ട് ഉണ്ടെങ്കിൽ അത് ചിലപ്പോൾ നമുക്ക് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയെന്ന് വരും. ഇനിയിപ്പോൾ അങ്ങനെ അല്ലെങ്കിൽ കല്യാണത്തിന് ശേഷം ആ ഹോം ലോൺ നമുക്ക് സ്പ്ലിറ്റ് ചെയ്തെടുക്കാം എന്ന് പറയുന്ന ഒരു കാര്യത്തിലേക്ക് വരുമ്പോഴും ഇതിൻ്റെ ഒരു 50-50 ഷെയർ എന്നുള്ളൊരു രീതിയിൽ വരണമെങ്കിൽ ഈ പെൺകുട്ടിക്കും ഈ പറയുന്ന സ്റ്റാർട്ടിംഗ് പോയിന്റിൽ കുറച്ചും കൂടി ഒരു കിക്ക് സ്റ്റാർട്ട് കിട്ടുന്ന ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ആവശ്യമാണ്. നമ്മൾ ഈ തുല്യത പറയുമ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണല്ലോ. ആൻഡ് ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇൻവോൾവ് ആയിരിക്കുന്നത് നമ്മുടെ നാട്ടിലെ നിലവിലെ രീതിയൊക്കെ അനുസരിച്ച് അപ്പനും അമ്മയും അധ്വാനിച്ചുണ്ടാക്കുന്നതും അവർക്ക് പൂർവിക സ്വത്തായി കിട്ടുന്നതും മക്കൾക്ക് കിട്ടാനുള്ളതാണ്, അവരുടെ അവകാശമാണ് എന്നുള്ളതാണ്. ഞാൻ അതിനോട് പൂർണ്ണമായിട്ട് യോജിക്കുന്നൊന്നുമില്ല. അപ്പനും അമ്മയും കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ മക്കളുടെ വിദ്യാഭ്യാസമൊക്കെ കൃത്യമായി നൽകിയിട്ടുണ്ടെങ്കിൽ അവർക്ക് വയസ്സാകാലത്ത് അടിച്ചു പൊളിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. പക്ഷേ എന്ത് ചെയ്യുക, നമ്മുടെ നാട്ടിലെ കൺസെപ്റ്റ് ഇങ്ങനെ പോയി എല്ലാം മക്കൾക്ക് വീതം വെച്ച് കൊടുക്കുക, എന്നിട്ട് പറ്റുകയാണെങ്കിൽ ഒരു വൃദ്ധസദനത്തിൽ മരിക്കുകയാണെങ്കിൽ കുറച്ച് സാധാവെങ്കിലും കിട്ടും. ഇനി അതല്ല വീട്ടിലാണെങ്കിൽ അവരുടെ സൗകര്യം അനുസരിച്ച്. അപ്പോൾ ഈ അപ്പനമ്മമാരുടെ സ്വത്ത് മക്കൾക്ക് വീതം വെച്ച് കൊടുക്കുമ്പോൾ പെൺകുട്ടിക്ക് കിട്ടാനുള്ളത് നേരത്തെ കൊടുക്കുക എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റും കൂടി ഇൻവോൾവ് ആയിട്ടാണ് ഈ സ്ത്രീധനം ഇങ്ങനെ ഒരു വലിയ എമൗണ്ടിലേക്കൊക്കെ മാറുന്നത്. നിങ്ങളുടെ കുട്ടിക്ക് എന്താണ് കൊടുക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ന് വെച്ചാൽ ഞങ്ങളുടെ പയ്യനെ കിട്ടാൻ എന്താണ് കൊടുക്കേണ്ടതെന്ന് പറയുന്നൊരു ധ്വനി അതിൻ്റെ അകത്തുണ്ട്. അതേപോലെ തന്നെ ഈ വീടും പരിസരമൊക്കെ കൊള്ളാമല്ലോ, അപ്പോൾ അവൾക്ക് വീതമായിട്ട് ഇത്രയൊക്കെ കിട്ടണമല്ലോ, അത് ആദ്യം അങ്ങ് കൊടുത്താൽ പിള്ളേരുടെ ജീവിതം എന്നൊക്കെ പറയുന്ന ഒരുപാട് എലമെൻറ്റുകൾ ഇതിനകത്തുണ്ട്. അതായത് ഒരു പയ്യൻ ഒറ്റയ്ക്ക് വെട്ടിപ്പിടിച്ചുണ്ടാക്കിയ ഇവിടെ വരെ എത്തിയിരിക്കുന്ന ജീവിതത്തിലേക്ക് ഒരു പെൺകുട്ടി ജോയിൻ ചെയ്യുമ്പോൾ അവളെ ഇവിടുന്ന് ഇങ്ങോട്ട് എത്തിക്കാൻ വേണ്ടുന്ന ഒരു പുഷ്. ഇത് പ്രശ്നമാകുന്ന എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പെൺകുട്ടി ഇവരൊരുമിച്ചുള്ള ജീവിതത്തിലേക്ക് ഒരു ഇൻപുട്ട് ആകത്തക്ക രീതിയിൽ അവളുടെ കയ്യിലുള്ള സമ്പത്തിനെ അത് ഈ ആൺകുട്ടിക്ക് അവകാശപ്പെട്ടതാണെന്നും അത് കിട്ടിയേ പറ്റൂ എന്ന് ഡിമാൻഡ് ചെയ്യുകയും അത് കിട്ടാത്ത പക്ഷം ആ പെൺകുട്ടിയെ മോശമായി ട്രീറ്റ് ചെയ്യുക, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഘടകങ്ങൾ വരുമ്പോഴാണ് ഇത് വളരെ റോങ് ആയിട്ടുള്ളൊരു കാര്യമായിട്ട് മാറുന്നത്. ഇപ്പം നമ്മൾ ഈ പറയുന്ന ഒരു വീടുണ്ടാക്കിയതിനു ശേഷം കല്യാണം കഴിക്കാൻ പോകുക എന്നൊക്കെ പറയുന്നത് എല്ലാവർക്കും സാധ്യമായിട്ടുള്ളൊന്നുമല്ല. അപ്പോൾ ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും അവർ ജോലി ചെയ്യുന്നു, അവർ കണ്ടിഷ്ടപ്പെടുന്നു, സ്നേഹിക്കുന്നു, വിവാഹം കഴിക്കുന്നു, വിവാഹം കഴിച്ച് അവരെവിടെ താമസിക്കുന്നു, എങ്ങനെ വീട്ടു ചെലവുകൾ നിയന്ത്രിക്കുന്നു, ഇതൊക്കെ ഇവർ ഒരുമിച്ച് ചെയ്തു തുടങ്ങുമ്പോൾ നമ്മൾ ഈ പറയുന്ന എലമെൻറ്റുകൾക്കൊന്നും അത്യാവശ്യമില്ല. അതായത് ഇത്ര സ്വത്ത് കൊണ്ടുവരണം, ഇത്ര പണം വേണം, ഇത്ര പൊന്ന് വേണം എന്ന് പറയുന്ന പോലത്തെ പരിപാടികളൊന്നുമില്ല. പക്ഷേ ഒരുപാട് ഓടി മുന്നിലെത്തിയിരിക്കുന്ന ഒരാൾക്കൊപ്പം ജീവിതം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വേറൊരാൾ ജോയിൻ ചെയ്യുമ്പോൾ അയാളും ഒരു ഇൻപുട്ട് ഇടുക എന്ന് പറയുന്നത് അതൊരു ന്യായമായിട്ടുള്ള കാര്യമാണല്ലോ. ഞാൻ പറയുന്നത് ഈ സ്വത്തും പണവും പെണ്ണിൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുപോയിട്ട് അങ്ങനെ ഈ പെണ്ണ് ഈ ജോയിൻ ചെയ്യണം എന്നല്ല. ഈ ആൺകുട്ടി യാത്ര ചെയ്ത വഴിയിലൂടെ തന്നെ യാത്ര ചെയ്തിട്ടുള്ള ഒരു പെൺകുട്ടിയാണെങ്കിലും അത് മതി. ആ ജീവിതത്തിൻ്റെ എക്സ്പീരിയൻസ് എങ്കിലും, അതായത് രണ്ടുപേരും ഒരുമിച്ച് ഒരു ജീവിതം ആരംഭിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കോൺട്രിബ്യൂട്ട് ചെയ്യത്തക്ക രീതിയിൽ രണ്ടുപേരും പ്രിപ്പയർഡ് ആയിരിക്കണം എന്നുള്ളതാണ്. അതിൻ്റെ ഒരു ഫിനാൻഷ്യൽ ആസ്പെക്റ്റ് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറയുന്നത്. ഭയങ്കര കൺഫ്യൂസിംഗ് ആണ്. ചിലപ്പം ഇത് സ്ത്രീധനത്തിനെ അല്ലേ സപ്പോർട്ട് ചെയ്യുന്നതെന്നൊക്കെ ചിലപ്പോൾ തോന്നിപ്പോവും. പക്ഷേ രണ്ടുപേര് ഒരുമിച്ച് ഓടി ജയിക്കേണ്ട ഒരു ലോങ് റേസിൻ്റെ തുടക്കത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. അവിടെ ഇമോഷണൽ, ഇൻ്റലക്ച്വൽ ആൻഡ് ഫിനാൻഷ്യൽ ഈക്വൽ സ്റ്റാർട്ടിങ് കിട്ടുകയാണെങ്കിൽ അത് വളരെയധികം ഉപകാരം ചെയ്യും രണ്ടുപേരുടെയും ജീവിതത്തിന്. ചെക്കന് സർക്കാർ ജോലി ഉണ്ടോ എന്ന് പെണ്ണ് വീട്ടുകാർ നോക്കുന്നുണ്ടെങ്കിൽ സ്ത്രീധനം വേണമെന്ന് ആൺ വീട്ടുകാരും പറയും എന്ന് പറയുന്ന പോലത്തെ ചില ന്യായീകരണ പരിപാടികളുണ്ട്. അതിലേക്ക് വെള്ളം ചേർക്കുക എന്നുള്ളതല്ല ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ സ്ത്രീധനം നിരോധിക്കപ്പെടുന്നു എന്ന് പറയുമ്പോഴും ഈ സ്വത്ത് കൈമാറ്റത്തിൻ്റെ അല്ലെങ്കിൽ സമ്പത്ത് കൈമാറ്റത്തിൻ്റെ കുറേ എലമെൻറ്റുകൾ സ്വാഭാവികമായി നടക്കേണ്ടതാണ്. അതിന് നമ്മുടെ പൂർവികർ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മാർഗ്ഗങ്ങളിൽ ഏറ്റവും ടോക്സിക് ആവുന്ന, ഏറ്റവും അധികം പെൺകുട്ടികളെ ചൂഷണം ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു മാർഗ്ഗമായി ഈ സ്ത്രീധന പരിപാടി മാറിയതാണ്. ഞാൻ കല്യാണം കഴിക്കാൻ പോകുമ്പോൾ എൻ്റെ അക്കൗണ്ടിൽ ഇത്ര രൂപയുണ്ട്, ഒരുമിച്ച് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫിനാൻഷ്യലി എന്തെങ്കിലും ഇഷ്യൂ വന്നാലും അങ്ങോട്ടും ഇങ്ങോട്ടും മാനേജ് ചെയ്യാനും കോൺട്രിബ്യൂട്ട് ചെയ്യത്തക്ക രീതിയിൽ എൻ്റെ കയ്യിൽ ഇത്രയും ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉണ്ട്. ആ പെൺകുട്ടിയുടെ കയ്യിലും അത്ര ഉണ്ടെങ്കിൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറ്റം ചെയ്യാനുള്ളതൊന്നുമല്ല. അതവിടെ ഉണ്ടെങ്കിൽ ഈ ഓട്ട മത്സരം നമ്മൾ തുടങ്ങുന്ന ഒരുമിച്ചായിരിക്കുമല്ലോ. ഒരാൾ മറ്റേ ആളെ വലിച്ചു പോകാനാണെങ്കിൽ എത്ര നാൾ മുന്നോട്ട് പോകും? ആണ് പെണ്ണിനെ ആയാലും പെണ്ണാണിനെ ആയാലും. പിന്നെ അങ്ങനെ സാധിക്കുന്നവരുണ്ടാവും കേട്ടോ. അതൊക്കെ ആ കേസിലൊന്നും നമ്മൾ ഇടപെടുന്നൊന്നുമില്ല. പക്ഷേ ഞാനൊരു
ഒരു ലോജിക്കൽ പരിപാടി ഒന്ന് പറഞ്ഞു വെച്ചതാണ്. ഇതിൽ നിന്നുകൊണ്ട് നമുക്ക് മരിയാനോനെ ഒന്ന് നോക്കാം. മരിയാനോ അവിടെ അത്യാവശ്യം പണിയെടുത്ത് ജീവിക്കുന്ന ഒരാളാണ്. അവനെക്കുറിച്ച് അവൻ്റെ ഭാവി അമ്മായിയമ്മ ആകാൻ നിൽക്കുന്ന സ്റ്റെഫിയുടെ അമ്മ സംസാരിക്കുമ്പോൾ പോലും പറയുന്നത് അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി കുറച്ച് മീനൊക്കെ കിട്ടി അന്നത്തെ കൂട്ടാനും പരിപാടിയൊക്കെ ആവില്ലേ, കാര്യങ്ങളൊക്കെ നടന്നു പോകും എന്നുള്ളതാണ്. അവൻ്റെ തണ്ടും തടിയും അധ്വാനിച്ച് പണം ഉണ്ടാക്കാനുള്ള അവൻ്റെ കപ്പാസിറ്റിയുമാണ് അവർ ആ സമയത്ത് അളന്നത്. സ്റ്റെഫി കാത്തിരുന്നതാവട്ടെ വിദ്യാഭ്യാസമുള്ള ഒരാൾ വേണം എന്നുള്ളതാണ്. എന്തിനാണ് വിദ്യാഭ്യാസമുള്ള ഒരാളെ വിവാഹം കഴിച്ചിട്ട് പിന്നീടുള്ള ജീവിതം നന്നായി പോവുക, നല്ല ജോലി ഉണ്ടാവുക, നല്ലൊരു ജീവിത സാഹചര്യത്തിലേക്ക് എത്തിപ്പെടുക എന്നൊക്കെ പറയുന്ന ആ പെൺകുട്ടിയുടെ ആഗ്രഹമാണത്. അതിനവൾ എത്രത്തോളം സ്വയം പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നൊരു ചോദ്യം വരുന്നുണ്ട്. അത് നമുക്ക് കുറച്ച് കഴിയുമ്പോൾ പറയാം. എന്തായാലും അങ്ങനെ ആ നാട്ടിലെ പണിയെടുത്ത് അധ്വാനിച്ച് പണമുണ്ടാക്കാൻ പറ്റുന്ന, നന്നായി ഒരു പെണ്ണിനെ പോറ്റാൻ പറ്റുന്നവൻ എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് വളർന്നെത്തി നിൽക്കുന്ന ആളാണ് മരിയാനോ. മരിയാനോ ഒരുപക്ഷെ കുട്ടിക്കാലം മുതലേ കേട്ടിട്ടുണ്ടാവാൻ സാധ്യതയുള്ളൊരു കാര്യം നല്ല സ്ത്രീധനം വാങ്ങി കല്യാണം കഴിക്കണം എന്നുള്ളതാണ്. 2 പെങ്ങന്മാരുണ്ട്, ഒരു ചേച്ചി അനിയത്തിയുണ്ട്. അപ്പോൾ അവർ രണ്ടുപേരെയും നല്ല സ്ത്രീധനം കൊടുത്ത് വിവാഹം കഴിപ്പിച്ച് അയക്കേണ്ടതാണ്. അതിനും കൂടി അവൻ അധ്വാനിക്കേണ്ടതായിട്ടുണ്ട്. അവന് കിട്ടുന്ന സ്ത്രീധന തുകയിൽ നിന്ന് വേണം ഈ പെങ്ങന്മാർക്കുള്ള സ്ത്രീധനവും കൊടുക്കാൻ എന്നൊക്കെ പറയുന്നത് പോലെയുള്ള ഈ സ്ഥിരം പരിപാടികളൊക്കെ കേട്ട് വളർന്നിട്ടുള്ള ഒരാളായിരിക്കണം മരിയാനോ എന്ന് പറയുന്നത്. എൻ്റെയും കുട്ടിക്കാലത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ചെറിയ പ്രായത്തിൽ, അച്ഛൻ മരിക്കുന്നത് ഒരു 6ാം ക്ലാസ് സമയത്താണ്. അതിന് മുമ്പ് എപ്പോഴൊക്കെയോ പറഞ്ഞു കേട്ടിട്ടുള്ളൊരു കാര്യമാണ്, ഞങ്ങൾ 4 മക്കളാണ്, ഞാൻ, അനിയൻ, പിന്നെ 2 അനിയത്തിമാർ. അപ്പോൾ എനിക്കും അനിയനും കിട്ടുന്ന സ്ത്രീധനത്തിൽ നിന്ന് വേണം അനിയത്തിമാർക്കുള്ള സ്വർണവും പണമൊക്കെ എടുക്കാമെന്ന് പണ്ട് അമ്മ പറഞ്ഞ ഒരു ഓർമ്മയുണ്ട്. ഞങ്ങൾക്കൊക്കെ വിദ്യാഭ്യാസവും വിവരമൊക്കെ വെച്ചതിന് ശേഷം ഞങ്ങൾ 4 പേരും കടക്ക് പുറത്തെന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞൊരാശയമായിരുന്നു അത്. പക്ഷേ അതെൻ്റെ അമ്മ ചിന്തിച്ചതുപോലെ ഒരുപാട് ആളുകൾ ഇപ്പോഴും ചിന്തിക്കുന്നുണ്ടാവും. കുറേ ആളുകൾ അല്ലെങ്കിൽ ഒരു പ്രദേശത്ത് താമസിക്കുന്ന ബഹുഭൂരിപക്ഷം വരുന്ന ആളുകളും അങ്ങനെ ചിന്തിക്കുമ്പോൾ അതിൽ ട്രെയിൻഡായി വന്നിട്ടിരിക്കുന്ന ഒരാളാണ് നമ്മുടെ മരിയാനോ എന്ന് പറയുന്നത്. അവൻ ഈ പൊന്ന് തിരിച്ചു കൊടുക്കാൻ പറ്റാത്തതിൻ്റെ കാരണമായി അജേഷിനോട് പറയുന്നതും മൂത്തവളുടെ സ്ത്രീധന ബാക്കി നിൽക്കുകയാണ്, ഇളയവളെ കെട്ടിച്ചയക്കണം, അതിനുള്ള സ്വർണ്ണമൊക്കെ ഞാൻ കണ്ടേക്കുന്നത് ഇതിൽ നിന്നാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് ചോദിക്കാം അവന് പണിയെടുത്തുണ്ടാക്കിക്കൂടെ എന്ന്. ഞാൻ ചോദിക്കുന്നൊരു സിമ്പിൾ ചോദ്യം എന്ന് പറയുന്നത്, മരിയാനോ സ്ത്രീധനം വാങ്ങിയത് തെറ്റാണ് എങ്കിൽ മരിയാനോയുടെ സഹോദരിമാർക്ക് സ്ത്രീധനം കൊടുക്കാനുള്ള പണം മരിയാനോ ഉണ്ടാക്കണം എന്ന് പറയുന്നതും തെറ്റല്ലേ? കാരണം വാങ്ങാൻ പാടില്ലെങ്കിൽ കൊടുക്കാനും പാടില്ലല്ലോ. അങ്ങനെ മരിയാനോ തീരുമാനിക്കുകയാണ്. അതായത് സ്ത്രീധനം കണക്ക് പറഞ്ഞ് എണ്ണി ചോദിക്കുകയും വാങ്ങുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ മരിയാനോ തീരുമാനിക്കുകയാണ്, ഞാൻ എൻ്റെ പെങ്ങന്മാർക്ക് സ്ത്രീധനം കൊടുക്കുന്നില്ല. അപ്പോൾ ഈ പെൺകുട്ടികളുടെ വിവാഹം നീണ്ട് വൈകി പോകുന്നു. അപ്പോഴും ചീത്തപ്പേരും അതുപോലെ കുറ്റം ഒക്കെ കേൾക്കേണ്ടി വരുന്നത് മരിയാനോ തന്നെയായിരിക്കും. ഇനി മരിയാനോ സ്വന്തമായി അധ്വാനിച്ച് പണമുണ്ടാക്കി ഇവർക്ക് സ്ത്രീധന സ്വർണ്ണമൊക്കെ കൊടുക്കാൻ തീരുമാനിക്കുകയാണെങ്കിൽ അവരിപ്പോൾ താമസിച്ചുകൊണ്ടിരിക്കുന്ന വീടും പുരയിടവും ഒക്കെ വിൽക്കുകയോ പണയം വെക്കുകയോ ചെയ്തിട്ട് മരിയാനോ ജീവിതത്തിൻ്റെ ഒരു വലിയ ഭാഗം മുഴുവൻ അധ്വാനിച്ച് പണമുണ്ടാക്കി ആ പണം പെങ്ങന്മാരുടെ സ്ത്രീധനത്തിന് വേണ്ടി ഒരു പരിചയമില്ലാത്ത ഏതോ 2 അമ്മമാർക്ക് തിന്നാനും കുടിക്കാനുമായിട്ട് വീതം വെച്ച് കൊടുത്തിട്ട് മരിയാനോ ജീവിതത്തിൽ സമ്പത്തൊന്നും ഉണ്ടാക്കാതെ അയാൾ അങ്ങനെ തന്നെ ജോലിയെടുത്ത് ഏതോ ഒരു ദിവസം ആ കായലിൻ്റെ കരയിൽ എവിടെയെങ്കിലും വീണ് ചാവണോ? അല്ലല്ലോ. അയാൾക്കും ജീവിക്കണമല്ലോ. അയാളുടെ മുമ്പിൽ 2 ഓപ്ഷനേ ഉള്ളൂ. ഒന്നെങ്കിൽ ഒരുപാട് അധ്വാനിച്ച് കിട്ടുന്ന പണം കൊണ്ട് പെങ്ങന്മാരെ കെട്ടിച്ചയച്ച് കടവും വാങ്ങിച്ച് പെങ്ങന്മാരെ കെട്ടിച്ചയച്ചതിന് ശേഷം ആ കടം തീർക്കാൻ വേണ്ടി ബാക്കിയുള്ള ജീവിതവും കൂടി തീർക്കുക. അതല്ലെങ്കിൽ അയാളുടെ മുമ്പിലുള്ള ഈസിയസ്റ്റ് ഓപ്ഷൻ അത്യാവശ്യം തരക്കേടില്ലാത്ത സ്ത്രീധനം വാങ്ങിച്ച് ഒരു പെൺകുട്ടിയെ കല്യാണം കഴിക്കുക, ആ സ്ത്രീധനം കിട്ടുന്ന സ്വർണ്ണം വീതം വെച്ച് പെങ്ങന്മാർക്ക് കൊടുത്തങ്ങ് അയക്കുക. വലിയ ബാധ്യതകൾ ഉണ്ടാവില്ല. മാത്രമല്ല ഈ കെട്ടിക്കൊണ്ടുവരുന്ന പെൺകുട്ടിയാണെങ്കിൽ അവൾ ജോലിക്ക് പോകുന്നതിനെ കുറിച്ച് ചിന്തിക്കുന്നില്ല. മറ്റേതെങ്കിലും ഒരു തരത്തിൽ അയാളെ ഫിനാൻഷ്യലി സപ്പോർട്ട് ചെയ്യുന്നതിനെക്കുറിച്ച് ഒരു തരത്തിലുള്ള ചർച്ചയും നമ്മൾ സിനിമയിൽ കാണുന്നില്ല. കാരണം ഈ സിനിമയിൽ നമ്മൾ കാണുന്ന സ്ത്രീകളൊക്കെ തന്നെയും വീട്ടിലിരിക്കുന്ന ആളുകളാണ്. പുരുഷന്മാർ വില കിട്ടുന്ന ആളുകളായിട്ട് മാറുന്നത് അവർക്ക് പണിയെടുത്ത് പൈസ ഉണ്ടാക്കാൻ പറ്റുമ്പോഴാണ്. ഇതിൽ ബ്രൂണോ എന്ന് പറയുന്ന ക്യാരക്ടർ നമുക്കൊരു മോശം ക്യാരക്ടറായിട്ട് അല്ലെങ്കിൽ കഴിവുകെട്ടവനായി ഇവരെല്ലാവരും ചൂണ്ടിക്കാണിക്കുന്നത് അയാൾ പണം ഉണ്ടാക്കുന്നില്ല എന്നുള്ള കാരണം കൊണ്ടാണ്. അയാൾ പാർട്ടി പ്രവർത്തകനായിരുന്നു എന്നുള്ളത് സിനിമയിൽ വലിയ പ്രശ്നമൊന്നുമല്ല. അയാൾ പണിയെടുത്ത് പൈസ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നെങ്കിൽ, പെങ്ങളുടെ കല്യാണത്തിന് പണം അയാൾ കണ്ടെത്തിയിരുന്നെങ്കിൽ അയാൾ ആരും കുറ്റം പറയില്ലായിരുന്നു. സോ അങ്ങനെ നോക്കുമ്പോൾ മരിയാനോയുടെ മുമ്പിൽ തനിക്കും സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റുന്ന, താൻ ഉണ്ടാക്കുന്ന പൈസയെങ്കിലും തനിക്ക് അനുഭവിക്കാനുള്ള അവസ്ഥയിൽ ജീവിക്കണമെങ്കിൽ അയാളുടെ മുന്നിൽ കാണുന്ന ഈസിയസ്റ്റ് മാർഗ്ഗം അതാണ്. മാത്രമല്ല അയാൾ ട്രെയിൻഡ് ആയിരിക്കുന്നതും അങ്ങനെയാണ്. ഈ സ്വർണം വാങ്ങിച്ചിട്ട് നമുക്ക് അവിടെ ഇവിടെയും കൊടുക്കണം. ആ ഒരു പെർസ്പെക്റ്റീവിൽ നോക്കുമ്പോൾ അയാൾ സ്ത്രീധനം ആവശ്യപ്പെട്ടതും ആ കയ്യിൽ കിട്ടിയ പൊന്ന് നഷ്ടപ്പെടും എന്ന് പറയുന്നൊരു സാഹചര്യം ഉണ്ടാകുമ്പോഴും അതിൽ മുറുക്ക പിടിക്കുന്നതിനോട് നമുക്ക് കുറേയൊക്കെ ന്യായീകരിക്കാം എന്ന് തോന്നും. പക്ഷേ ആദ്യം പറഞ്ഞ സെൻറ്റൻസ് ഒന്നുകൂടി പറയുകയാണ്, സ്ത്രീധനം വാങ്ങുന്നതും കൊടുക്കുന്നതും കുറ്റകരമാണ്. പക്ഷേ നമ്മുടെ നായകൻ്റെ ഇതുവരെ അയാൾ ട്രെയിൻഡ് ആയിരിക്കുന്നതും അയാളുടെ സാമൂഹിക ചുറ്റുപാടും ഒക്കെ അയാളെ നിർബന്ധിക്കുന്നതും ഈ ഒരു രീതിയിൽ മുന്നോട്ട് പോകാനാണ്. പിന്നെ ഇതൊരു ഫ്ലോ ഓഫ് മണിയാണ്. ഇപ്പോൾ ഈ കിട്ടിയ സ്വർണം വെച്ച് 2 പെങ്ങന്മാരുടെയും കാര്യങ്ങളൊക്കെ നടത്തി പിന്നെ അയാൾക്ക് കിട്ടുന്ന പൈസ കുറച്ച് കൂട്ടി വെച്ചതിന് ശേഷം ഒരു ചെമ്മീൻ കെട്ട് പാട്ടത്തിനെടുക്കുന്നു, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പരിപാടി തുടങ്ങുന്നു. അതിൽ നിന്ന് അയാൾ വച്ചടി മുകളിലേക്ക് വളരാൻ കാര്യം അയാൾ അധ്വാനിക്കുന്ന ഒരാളാണല്ലോ. അപ്പോൾ അയാൾ അതിൽ വളർന്നു പോകാനുള്ളൊരു സാധ്യതയുണ്ട്. ആ സാധ്യതയെ കൂടി കട്ട് ഓഫ് ചെയ്യുന്നതാണ് അനിയത്തിമാരുടെ സ്ത്രീധനം കൊടുക്കാൻ വേണ്ടി അയാൾ ജീവിക്കുക എന്ന് പറയുന്നത്. ഇനി മരിയാനോ ഒന്ന് നോക്കി, അവൻ്റെ ജീവിതകാലം മുഴുവൻ വല്ലവനും പണയപ്പെടുത്തി ജീവിക്കുക എന്ന് പറയുന്നൊരു ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ശ്രമമാണ് അവൻ്റെ. പക്ഷേ മരിയാനോ ശരിക്കും വില്ലനാണ്.
മരിയാനോ വളരെ മോശപ്പെട്ട ഒരാളായി മാറുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അയാൾ വിവാഹം കഴിച്ച പെൺകുട്ടിയെ എങ്ങനെ ട്രീറ്റ് ചെയ്തു എന്നുള്ളതാണ്. അയാൾ തന്നെ ആ സിനിമയിൽ പറയുന്നുണ്ട്, പെണ്ണിനെ നമുക്ക് ഇഷ്ടം പോലെ കിട്ടും, പക്ഷെ പൊന്നാണ് കിട്ടാത്തതെന്ന്. ആ പൊന്നിനു വേണ്ടി മാത്രമാണ് ആ സാധനത്തിന് ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വന്നേ, അതിനെ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വന്നേ എന്നുള്ള രീതിയിൽ അഭിസംബോധന ചെയ്യുക. അയാളുടെ ലൈംഗിക ആവശ്യത്തിന് വേണ്ടി ആ പെൺകുട്ടിയുടെ ശാരീരികാവസ്ഥയെക്കുറിച്ച് പോലും പരിഗണിക്കാതെ ട്രീറ്റ് ചെയ്യുക. അയാൾക്ക് എപ്പോൾ വേണമെങ്കിലും തല്ലാനും ചവിട്ടാനും കൊല്ലാനും പറ്റുന്ന രീതിയിലുള്ള ഒരു 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 ജീവിയായി അതിനെ പരിഗണിക്കുക എന്ന് പറയുന്ന ഒരു സഹജീവിയോട്, ഞാൻ പറയുന്നത് ഒരു പെണ്ണിനോട് ചെയ്തു എന്നുള്ളതല്ല, പെണ്ണ് ആണിനോട് ചെയ്താലും ഇത് തന്നെയാണ് പറയാനുള്ളത്, ഒരു സഹജീവിയോട് ഏറ്റവും മോശമായ രീതിയിൽ തനിക്ക് യാതൊരു ആവശ്യവുമില്ലാത്ത ഒരാളെന്നുള്ള രീതിക്കൊക്കെ പെരുമാറുക എന്ന് പറയുന്നത്. ഞാൻ വളരെ സിമ്പിളായിട്ടുള്ളൊരു ഉദാഹരണം പറയാം. നമ്മുടെ മരിയാനോ ഈ ബേസിലിൻ്റെ ക്യാരക്ടർ വന്ന് ഈ സംസാരിച്ചു, ഈ പഴഞ്ചൊല്ലൊക്കെ പറഞ്ഞ് വെറുപ്പിച്ചിട്ട് പോയി. അപ്പോൾ അവിടെ ചെന്ന് വൈഫിനോട് ചെന്നിട്ട് പുള്ളി സംസാരിക്കുക, എടി നിനക്കറിയാലോ എനിക്ക് ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കാനുണ്ട്, ഈ പൊന്ന് മാത്രം മുന്നിൽ കണ്ടിട്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്തത്, ഞാൻ എന്ത് ചെയ്യണം നീ പറ എന്നാൽ അവളുടെ അടുത്തിരുന്ന് ആ കൈയൊക്കെ പിടിച്ചിരുന്ന് കണ്ണൊക്കെ നിറച്ചുകൊണ്ട് ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ മരിയാനോ നമ്മുടെ മുമ്പിൽ ഇത്രയും വലിയ വില്ലനാവില്ലായിരുന്നു. ആ പൊന്നു വിട്ടുകൊടുക്കില്ല എന്ന് പറഞ്ഞതിൻ്റെ കൂടെ തന്നെ ഭാര്യയോട് അയാൾ നല്ല രീതിയിൽ പെരുമാറുന്ന ഒരു തവണയെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ മരിയാനോ നമ്മുടെ മുമ്പിൽ ഇത്രയും വലിയ വില്ലനാവില്ല. പിന്നെ മരിയാനോ ബേസിലിൻ്റെ ക്യാരക്ടറിന് അജേഷിനെ കുത്തുന്ന സീൻ വെച്ചിട്ട് മരിയാനോനെ വില്ലനായിട്ട് പറയുന്നുണ്ട്. പക്ഷേ തലവെട്ടിച്ചിറ എന്ന് പറയുന്ന സ്ഥലത്തെക്കുറിച്ച് നമ്മുടെ ബ്രൂണോ എന്ന് പറയുന്ന കഥാപാത്രം പറയുന്നൊരു ഡയലോഗുണ്ട്. അത് വളരെ നൊട്ടോറിയസ് ആയിട്ടുള്ളൊരു സ്ഥലമാണ്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ അവന്മാർ പുറത്തിറക്കില്ല, അത്രയും ഭയങ്കര അങ്ങനത്തെ ടെററായിട്ടുള്ള ആൾക്കാർ ജീവിക്കുന്ന ഒരു സ്ഥലമാണെന്ന്. അവിടെ അല്പസ്വല്പം ഗുണ്ടായുസമില്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്ന തിരിച്ചറിവോടുകൂടി അവിടെ വളർന്നു വന്നിട്ടുള്ള ആളാണ് നമ്മുടെ മരിയാനോ എന്ന് പറയുന്നത്. ചെമ്മീൻ കെട്ടിൽ കയറിയ പയ്യന്മാർ പിറ്റേ ദിവസം വന്നിട്ട് നമ്മളൊന്നും ചെയ്തിട്ടില്ല കേട്ടോ എന്ന് പറയുമ്പോൾ അങ്ങനെ പേടിച്ച് എന്നാൽ ശരിയാടാ ആയിക്കോട്ടെ എന്ന് വിചാരിക്കാൻ പോയാൽ എന്നും അങ്ങനെ ഇരിക്കേണ്ടി വരും എന്ന് അയാൾക്കറിയാം. അപ്പോൾ അവിടെ പിടിച്ച് നിൽക്കണമെങ്കിൽ കുറച്ച് ഗുണ്ടായുസം കാണിച്ചേ പറ്റുള്ളൂ. ആൻഡ് അജേഷിനെ കൊല്ലുക എന്ന് പറയുന്ന ഉദ്ദേശമൊന്നും അയക്കില്ലായിരുന്നു, ഒറ്റ കുത്തേ കുത്തിയിട്ടുള്ളൂ. അതൊരു പേടിപ്പിക്കൽ കുത്തായിരുന്നു എന്ന് അജേഷിനും അറിയാം, മരിയാനയ്ക്കും അറിയാം. സോ അയാൾ പഠിച്ചിരിക്കുന്ന ഒരു ടെക്നിക്ക് അതാണ്. ആദ്യം അജേഷ് വന്നപ്പോൾ എടാ ഇതാണ് പ്രശ്നം, എനിക്കിതൊന്നും ചെയ്യാൻ പറ്റില്ല, നീ പോയി അവളുടെ അമ്മയെടുത്തോ ചേട്ടനെടുത്തോ വല്ലതും ചെല്ല് എന്ന് പറഞ്ഞ് ഒഴിവാക്കാൻ നോക്കുമ്പോഴും വീണ്ടും ഉപദേശങ്ങളും അതുപോലെ പഴഞ്ചൊല്ലുകളായിട്ട് വരുന്ന കാണുമ്പോൾ പ്രകോപിപ്പിക്കുമ്പോൾ അയാളുടെ ഉള്ളിലെ ഈ പറയുന്ന വളർന്നു വന്ന സാഹചര്യം അയാളെ പ്രതികരിക്കാൻ പഠിപ്പിച്ചിരിക്കുന്ന ഒരു രീതിയിൽ അയാൾ പ്രതികരിക്കുകയാണ്. ഞാൻ പറയുന്നത് ന്യായീകരണമൊന്നുമല്ല, പക്ഷേ സാഹചര്യം അയാൾ എന്തുകൊണ്ട് അങ്ങനെ ആയി എന്ന് പറയുന്നതാണ്. പക്ഷേ ഈ പറഞ്ഞ വില്ലത്തരങ്ങളൊക്കെ ഇയാൾ കാണിക്കുമ്പോഴും അയാളുടെ ഭാര്യയോട് നന്നായി പെരുമാറുന്ന ഒരു സീൻ സിനിമയിൽ ഉണ്ടായിരുന്നെങ്കിൽ, കുറേയും കൂടി ഇമോഷണൽ അയാൾ ഭാര്യയെ ട്രീറ്റ് ചെയ്യുന്ന ഒരു സിറ്റുവേഷനൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ മരിയാനോ നമുക്ക് വില്ലനാവില്ലായിരുന്നു. പിന്നെ ഞാനൊരു ട്രോളായിട്ട് കണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു. മരിയാനോയ്ക്കാണ് ജീവിതത്തിൽ നഷ്ടങ്ങൾ ഒരുപാട് ഉണ്ടായത്. അയാളുടെ ഭാര്യ മറ്റൊരാൾക്കൊപ്പം പോയി, അജേഷ് എന്ന് പറഞ്ഞിട്ട് വേറൊരുത്തൻ്റെ ഭാര്യ അടിച്ചുകൊണ്ട് പോയി എന്നുള്ള രീതിയിലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഒരു മനുഷ്യജീവിയായി പരിഗണിക്കാത്ത ഒരാളോടൊപ്പം എന്തിനാ പെൺകുട്ടി ആജീവനാന്തം ജീവിക്കണം? പോടാ പുല്ല് എന്ന് പറഞ്ഞ് വലിച്ചെറിഞ്ഞ് കളഞ്ഞ് വരിക എന്നുള്ളത് തന്നെയാണ് അവൾ ചെയ്യേണ്ടത്. അത് കാണുമ്പോൾ ഇതേപോലെ കമൻ്റ് ഇടുന്ന ആളുകളൊക്കെ നാളെ അവൾ രക്തസാക്ഷിയായി കഴിയുമ്പോൾ, അവളുടെ ഭർത്താവിൻ്റെ ചവിട്ടേറ്റോ കുത്തേറ്റോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അപകടത്തിൽപ്പെട്ടോ ഒക്കെ മരിക്കുന്ന സമയത്ത് സ്ത്രീധനത്തിൻ്റെ പേരിൽ ഒരു രക്തസാക്ഷി എന്ന് പറഞ്ഞ് പൊന്നുമോളെ എന്നൊക്കെ പറഞ്ഞ കവിതയൊക്കെ എഴുതി ഫേസ്ബുക്കിലൊക്കെ പോസ്റ്റ് ഇടുകയാണ് ചെയ്യുക. നമ്മളൊരു അത് ആണ് പെണ്ണിനെ ആയാലും പെണ്ണാണിനെ ആയാലും ഒക്കെ നമ്മളെ മനുഷ്യജീവിയായി പരിഗണിക്കാത്ത, നമ്മുടെ ഇമോഷൻസിനും നമ്മുടെ ആഗ്രഹങ്ങൾക്കും യാതൊരു വിലയും കൽപ്പിക്കാത്ത ഒരിടത്ത് നിന്ന് എത്രയും പെട്ടെന്ന് എസ്കേപ്പ് ആവുക എന്നുള്ളത് മാത്രമാണ് ചെയ്യേണ്ടത്. അജേഷ് സ്റ്റെഫിയോട് പറയുന്ന ഒരു ഗംഭീര ഡയലോഗുണ്ട്, ഇപ്പം നിൻ്റെ കഴുത്തിലൊരു 4 പവനുണ്ട്, ഇതും കൂടി തീർന്നു കഴിഞ്ഞാലുള്ള നിൻ്റെ അവസ്ഥയെക്കുറിച്ച് നീ ആലോചിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം. നമ്മളോട് വളരെ ടോക്സിക്കായി ബിഹേവ് ചെയ്തുകൊണ്ടിരിക്കുന്ന പല ആളുകളും ചില കാര്യത്തിൽ നമ്മളോട് നന്നായി പെരുമാറുന്ന പോലെ നമുക്ക് തോന്നും. ആ തോന്നുന്നതിന് പിന്നിൽ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാകും. ആ കാരണവും ഒരു ദിവസം അവസാനിക്കും. അതും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ അവസ്ഥ പരിതാപകരമായിരിക്കും. അപ്പോൾ അതിനു മുമ്പ് രക്ഷപ്പെടുക എന്നുള്ളതാണ് അവർ ചെയ്യേണ്ടത്. പക്ഷേ ഈ സ്റ്റെഫി ആളത്ര അടിപൊളിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്റ്റെഫിയേക്കാളും നല്ല ആൾ ബ്രൂണോ ആണെന്ന് ഞാൻ പറയും. നമുക്ക് സ്റ്റെഫിയുടെയും ബ്രൂണോയുടെയും വീട്ടിലേക്കൊന്ന് കടന്നു ചെല്ലാം. ഇവർ രണ്ടുപേരും 32ാമത്തെ വയസ്സിലാണ് സ്റ്റെഫിയുടെ കല്യാണം നടക്കുന്നത്. അത് ഈ അമ്മ സ്വർണം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഒരു വീട്ടിൽ ചെല്ലുന്ന സമയത്ത് പറയുന്നുണ്ട് പെണ്ണിന് 10-32 വയസ്സായില്ലേ എന്നുള്ളത്. അപ്പോൾ ഇത്രയും കാലം സ്റ്റെഫി കാത്തിരുന്നത് വിദ്യാഭ്യാസമുള്ളൊരു പയ്യൻ തന്നെ വന്ന് വിവാഹം കഴിക്കാൻ വേണ്ടിയിട്ടാണ്. സിനിമയിൽ ഒരിടത്തും സ്റ്റെഫി ജോലിക്ക് പോകുന്നതിനെക്കുറിച്ചോ അല്ലെങ്കിൽ പോയിട്ടുള്ളതിനെക്കുറിച്ചോ ഇനി പോകാൻ ഉദ്ദേശിക്കുന്നതിനെക്കുറിച്ചോ എവിടെയും മെൻഷൻ ചെയ്യുന്നില്ല. അതായത് ജനിച്ച് ജീവിച്ച് 32 വർഷത്തിനിടയ്ക്ക് ആ പെൺകുട്ടി ഒരു പണിക്കും പോയിട്ടില്ല. സ്വന്തം കല്യാണത്തിന് ആവശ്യമാണ് എന്ന് കരുതുന്ന സ്വർണമെങ്കിലും അവരുണ്ടാക്കാൻ മെനക്കെട്ടിട്ടില്ല. ഇനി അതിനേക്കാൾ റോങ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, ഈ സ്വർണം തിരിച്ച് മേടിക്കാൻ വരുന്ന അജേഷിനോട് പറയുന്നത് നിനക്ക് വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ നീ ഇവൻ്റെ അടുത്തുനിന്ന് വാങ്ങിക്കുമെന്ന് പറഞ്ഞ് ചേട്ടനെ ചൂണ്ടിക്കാണിക്കുകയാണ്. ആൻഡ് ആ ചേട്ടനെ കുറിച്ച് പറയുമ്പോൾ ഒരു ഗംഭീര സംഭവമുണ്ട്. അത് ലിജോ മോളെ സമ്മതിച്ചു കൊടുക്കണം. ഒരുപക്ഷെ ഡയറക്ടറിനൊക്കെ ഇൻപുട്ടിൻ്റെ ഭാഗമായിട്ട് അവർ ചെയ്തതായിരിക്കും. പക്ഷേ അത് അടിപൊളിയായിരുന്നു. ഡബ്ബിങ്ങിൻ്റെ ഒരു എന്താ പറയുക, എനിക്ക് ഡബ്ബിങ്ങിൻ്റെ ഒരു പീക്ക് ആയിട്ടൊക്കെ ഞാൻ കാണുന്ന ഫീമെയിൽ ആർട്ടിസ്റ്റുകൾ എന്നൊക്കെ പറയുന്നത് KPS ലളിതാമ്മയൊക്കെയാണ്.
അപ്പോൾ ഈ സിനിമയിൽ ആങ്ങളെയാണത്രേ എന്ന് പറഞ്ഞ് ഇവർ കാർക്കിച്ച് തുപ്പുന്ന ഒരു സീനുണ്ട്. ആ ആങ്ങളെയാണത്രേ എന്ന് പറയുന്നൊരു സീനില്ലേ, അത്രയും നേരം ഇവർ ഡയലോഗ് പറയുമ്പോൾ ഒക്കെ ഇവരുടെ സൗണ്ട് നമുക്ക് ക്ലിയർ ആയിട്ടാണ് കേൾക്കുന്നത്. പക്ഷേ ആങ്ങളെയാണത്രയെന്ന് പറയുമ്പോൾ ഈ ആക്ച്വലി ഈ കഫം തികട്ടി വരിക എന്ന് പറയുന്നത് പോലെ ഈ നെഞ്ച് വൈബ്രേറ്റ് ചെയ്യുമ്പോൾ ഒരു സൗണ്ടിൻ്റെ വേരിയേഷൻ ഉണ്ട്. അതവർ ചെയ്തതാണോ ഇനി ആ സീൻ ആണോ എനിക്കങ്ങനെ തോന്നുന്നതാണോ എന്ന് എനിക്കറിയില്ല. നിങ്ങളും ഒന്ന് കണ്ടു നോക്കൂ. അവർ ആക്ച്വലി ആ തുപ്പുന്നതിൻ്റെ അതിന് മുമ്പുള്ള റിയാക്ഷൻ ഇവിടെ വരുമല്ലോ, അത് ആക്ച്വലി നമുക്ക് കേൾക്കാനുണ്ട്. ആങ്ങളെയാണത്രേ എന്ന് പറഞ്ഞപ്പോൾ അവളുടെ മനം പെരട്ടി പുറത്തേക്ക് വരുന്ന പോലെ തോന്നി എന്നൊക്കെ എഴുതി വെച്ചിരിക്കുന്ന ഒരു സാധനത്തിനെ ഗംഭീരമായിട്ട് അവർ ഡബ്ബിങ്ങിൽ പിടിച്ചിട്ടുണ്ട്. അതവിടെ നിൽക്കട്ടെ. അപ്പോൾ ഈ ആങ്ങളെയാണത്രേ, ഇവൻ ഇന്ന് വരെ മേലനങ്ങിയിട്ടില്ല, ഒരു പെങ്ങൾ വളർന്നു വരുന്നുണ്ടെന്നുള്ള ഒരു ബോധ്യവും അവനില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഈ വളർന്നു വരുന്ന പെങ്ങൾക്ക് സ്വർണം കൊടുക്കുക എന്ന് പറയുന്നത് ഈ ചെക്കൻ്റെ ബാധ്യതയാണോ? അവനാണോ സ്ത്രീധനം കൊടുക്കാൻ വേണ്ടിയിട്ടാണോ അവൻ ജീവിക്കേണ്ടത്? അല്ലെങ്കിൽ ഇവൾക്ക് 25 പവൻ സ്വർണം മേടിച്ച് കൊടുത്തിട്ട് അതിൻ്റെ കടം തീർക്കുക എന്ന് പറയുന്ന ബാധ്യതയും പേറിയാണോ അവൻ ജീവിക്കേണ്ടത്? അവൻ്റെ ജീവിതമില്ല, അവനത് ജീവിക്കണ്ടേ? വാടക വീട്ടിലാണ് കഴിയുന്നത്. വാടക വീട്ടിൽ നിന്ന് എപ്പോൾ വേണമെങ്കിലും ഇറങ്ങേണ്ട ഒരു സാഹചര്യമാണ്. ഇവിടെ ഒരു പെൺകുട്ടിയുണ്ട്, ആ പെൺകുട്ടിക്ക് ജോലിക്ക് പോകാം. നമ്മൾ ഈ കഥ നടക്കുന്നത് 2024 സമയത്താണ്. അതാണ് ഞാൻ പറഞ്ഞത്. ഇത് കുറച്ച് കാലം മുമ്പ് നടക്കുന്നു എന്നുള്ള രീതിയിൽ അവതരിപ്പിച്ചിരുന്നെങ്കിൽ ഇതിൽ കുറേ കാര്യങ്ങൾ നമുക്ക് ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് പറ്റുമായിരുന്നു. ആൻഡ് ഈ സ്റ്റെഫിയുടെ പ്രശ്നം എവിടെ ഇരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്റ്റെഫി പണിക്ക് പോയിട്ടില്ല, അധ്വാനിക്കാൻ മനസ്സില്ല, ഏതെങ്കിലും ഒരുത്തൻ്റെ ഭാര്യയായിട്ട് എവിടെയെങ്കിലും സമാനമായിട്ട് ജീവിക്കുക എന്ന് പറയുന്നതല്ലാതെ വേറെ ഒന്നും ആ പെൺകുട്ടി സ്വപ്നം കാണുന്നില്ല എന്നുള്ള കാര്യമൊക്കെ അവിടെ നിൽക്കട്ടെ. അതിനേക്കാൾ ഡേഞ്ചർ ആയിട്ടുള്ളൊരു കാര്യം അവരുടെ കൂടി മിസ്റ്റേക്കാണ് അവരുടെ കുടുംബത്തിൻ്റെ സാമ്പത്തികാവസ്ഥ ഇങ്ങനെയായി നിൽക്കുന്നത്. പക്ഷേ അതവർ അംഗീകരിക്കുന്നില്ല. ആ കുറ്റപ്പെടുത്തൽ കൂടി ബ്രൂണോയുടെ തലയിലേക്കാണ് ഇടുന്നത്. ഇവൻ മേലനങ്ങിയിട്ടില്ല, ഇവൻ പാർട്ടി എന്ന് പറഞ്ഞ് കറങ്ങി തിരിഞ്ഞ് നടക്കുകയാണെന്നാണ് പറയുന്നത്. പക്ഷേ ബ്രൂണോനെ അങ്ങനെ താഴ്ത്തി കെട്ടാൻ പറ്റില്ല എന്നാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. കാരണം ബ്രൂണോ വെറുതെ ഇരുന്ന സമയം കളഞ്ഞിട്ടില്ല. ബ്രൂണോ വീട്ടിൽ വെറുതെ ഇരുന്ന സമയങ്ങളൊക്കെ ഉണ്ടാവും, പക്ഷേ അവൻ പാർട്ടി എന്ന് പറഞ്ഞ് നടന്ന സമയമുണ്ട്. അവൻ മേലനങ്ങി പണിയെടുത്തിട്ടുണ്ട്, കുറേ മുദ്രാവാക്യം വിളിച്ചിട്ടുണ്ട്. അവന് വിശ്വാസം തോന്നിയ ഒരു പ്രസ്ഥാനത്തോടൊപ്പം, അതായത് അവൻ്റെ ഏതെങ്കിലും ഒരു പ്രായത്തിൽ ഒരു അട്രാക്ഷൻ തോന്നത്തക്ക രീതിയിലുള്ള ഒരാളോ ഒരു കൊടിയോ ഒരു ആദർശമോ ഒക്കെ കണ്ടതിൻ്റെ ഭാഗമായിട്ടായിരിക്കും അവൻ ആ പാർട്ടിക്കൊപ്പം ചെന്ന് ചേർന്നിട്ടുണ്ടാവുക. ആ പാർട്ടിയിൽ അവിടെ ഉണ്ടായിരുന്ന ആളുകൾ അവനെ എങ്ങനെ ഉപദേശിച്ച് വഴിതിരിച്ച് വിട്ടോ ആ അവസ്ഥയിലാണ് അവൻ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അവരൊക്കെ അവനെ പാർട്ടിക്ക് വേണ്ടി കല്ലെറിയാനും തെറി വിളിക്കാനും പോസ്റ്റർ ഒട്ടിക്കാനും വേണ്ടി മാത്രമായിരിക്കും കരുതിയിട്ടുണ്ടാവുക, അല്ലെങ്കിൽ ട്രെയിൻ ചെയ്തിട്ടുണ്ടാവുക. അതേസമയം മോനേടാ, നിന്നെ നമുക്ക് ആവശ്യമാണ്, പാർട്ടിക്ക് ആവശ്യമാണ്, പക്ഷെ നീ എന്തെങ്കിലും ഒരു ജോലിയും കൂടി കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞ് ഒരു ഉപദേശമൊക്കെ കൊടുത്ത്, അല്ലെങ്കിൽ അത്തരം എന്തെങ്കിലും ഒരു രീതിയിലേക്ക് അവനെ വഴിതിരിച്ച് വിടാനുള്ള ശ്രമം നേതൃനിരയിൽ നിന്നുണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷെ അവൻ ചെയ്തേനെ. കാര്യം അവന് പാർട്ടിയോടും പാർട്ടി പറയുന്ന കാര്യങ്ങളോടും അത്രയധികം അർപ്പണ മനോഭാവമുണ്ട്. അങ്ങനെ ഒരു ഉപദേശം പാർട്ടിയിൽ നിന്ന് അവന് കിട്ടിയിട്ടില്ല. പാർട്ടി പറയുന്നത് നല്ലതോ ചീത്തയോ ആയിക്കോട്ടെ, പറഞ്ഞത് അവൻ ചെയ്തിട്ടുണ്ട്. അതായത് കൃത്യമായി വഴി കാണിച്ചു കൊടുക്കാൻ ആളില്ലാതെ എന്നുകൊണ്ടാണ്, അല്ലെങ്കിൽ അവൻ്റെ എനർജി അവൻ കൃത്യമായി ഉപയോഗിച്ചാണ്. അതേസമയം സ്റ്റെഫി അങ്ങനെയല്ല. സ്റ്റെഫി ഒന്നും വേണ്ടെന്ന് പറഞ്ഞ് വീട്ടിലിരുന്ന ആളാണ്. ഇതിൽ നമ്മൾ സ്റ്റെഫിയുടെ അമ്മയുടെ ക്യാരക്ടറിനെ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും സന്ധ്യ രാജേന്ദ്രൻ ഗംഭീരമായിട്ട് ചെയ്തിട്ടുള്ള കഥാപാത്രമാണ്. ആ കഥാപാത്രത്തിനെ ഞാൻ രണ്ടാമത് കാണുമ്പോൾ സത്യം പറഞ്ഞാൽ ഈ സിനിമയിൽ ഏറ്റവും വലിയ വില്ലത്തി എന്ന് പറയുന്നത് അവരാണെന്ന് തോന്നിയിട്ടുണ്ട്. കാരണം ഇപ്പോൾ അജേഷ് സ്വർണ്ണമായിട്ട് വീട്ടിൽ വരുന്നു, ആ കല്യാണ പെണ്ണൊന്ന് ഒപ്പിട്ടേന്ന് പറഞ്ഞ് എഗ്രിമെൻറ്റ് നീട്ടുമ്പോൾ ഉടനെ അവർ വാങ്ങിച്ചത് ഒപ്പിടുന്നുണ്ട്. ആ ഒപ്പിടുമ്പോൾ അവർക്കറിയാം അതിൻ്റെ ബാധ്യത അവരുടെ തലയിലാണ്. മോള് സ്വർണ്ണം കൊണ്ട് പോകട്ടെ, ബാക്കി നമുക്ക് എന്തെങ്കിലും കാണിച്ച് ഡീൽ ചെയ്യാം എന്ന് പറയുന്ന ഒരു ക്രൂക്കട്ട്നെസ് അവിടെ ഉണ്ട്. ആൻഡ് ഈ പെൺകുട്ടിയിൽ നിന്ന് സ്വർണ്ണം വാങ്ങണമെന്ന് പറയുമ്പോൾ ഓരോ കാരണങ്ങൾ പറഞ്ഞ് അതിങ്ങനെ നീട്ടി പിറ്റേ ദിവസം രാവിലെ അവർ ഓട്ടോയിൽ കയറി പോകുന്നത് വരെ അവരെ പ്രൊട്ടക്റ്റ് ചെയ്ത് നിൽക്കുന്നത്, ഈ സമയം വൈകിച്ചുകൊണ്ടിരിക്കുന്നത് ഈ അമ്മച്ചിയാണ്. ചെക്കൻ്റെ വീട്ടിൽ ചെല്ലുന്ന സമയത്ത് അജേഷിനെ കൊല്ലാനുള്ള ഐഡിയ ബ്രൂണോയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നതും അവിടെയും ഈ അമ്മ തന്നെയാണ് വില്ലത്തിയായിട്ട് വരുന്നത്. ബ്രൂണോ അത് ചെയ്തിരുന്നെങ്കിലോ? ബ്രൂണോ എന്തായാലും അജേഷിൻ്റെ ബൈക്കിൻ്റെ കാറ്റഴിച്ച് വിടില്ല. അത് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് സ്റ്റെഫിയുടെ അമ്മയായിരിക്കും. ഈ പണം വാങ്ങിച്ചിട്ട് പറ്റിക്കുക എന്ന് പറയുന്ന പോലത്തെ പരിപാടികൾ, ഇതൊക്കെ ഇവരുടെ ക്യാരക്ടറിൽ ഉണ്ടായിരിക്കാം. ഇതൊക്കെ കണ്ടു വളർന്നിട്ടുള്ള ആൾക്കാരാണ് സ്റ്റെഫിയും ബ്രൂണോയും ഒക്കെ. ഇനി ഇതിൽ ഏറ്റവും വലിയ കോമഡി എവിടെ ഇരിക്കണമെന്ന് വെച്ചാൽ, സ്റ്റെഫിക്കും ബ്രൂണോയ്ക്കും അജേഷിനോട് സഹതാപം തോന്നുന്ന ഒരു സീക്വൻസ് ഉണ്ട്. അജേഷിൻ്റെ വീട് കാണുന്നു, ഇഷ്ടിക കളത്തിൽ പണിക്ക് പോകുന്ന അമ്മയെയും അനിയത്തിയെയും കാണുന്നു. ഇതൊക്കെ കാണുമ്പോൾ ഇവർക്കൊരു സഹതാപം വരുന്നുണ്ടല്ലോ. സത്യത്തിൽ സഹതാപം അർഹിക്കുന്നത്, അല്ലെങ്കിൽ സഹതാപം വേണ്ടത് സ്റ്റെഫിക്കും ബ്രൂണോയ്ക്കും അല്ലേ? ഇത്രയും കാലമായിട്ടും മെയ്യനങ്ങി പണിയെടുത്തിട്ടില്ലാത്ത, ഒരു ജീവിത യാഥാർത്ഥ്യത്തോടും നേർക്ക് നേരെ നിന്നിട്ടില്ലാത്ത അത്രയും ഗതികെട്ട ആൾക്കാരായിട്ടല്ലേ നമ്മൾ സ്റ്റെഫിയെയും ബ്രൂണോയും കാണേണ്ടത്. പക്ഷേ ഇവർക്ക് അജേഷിൻ്റെ ജീവിതം കാണുമ്പോൾ സഹതാപം വരികയാണ്. കാരണം നമ്മുടെ ജീവിതത്തിൽ വലിയ കുഴപ്പമൊന്നുമില്ല, നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണല്ലോ, പാവ അജേഷ്, അയ്യോ അവൻ്റെ വീട് കണ്ടോ എന്ന് പറയുന്ന ഒരു സഹതാപമൊക്കെയാണ്. അതായത് അവനവൻ തന്നെ പരിതാപകരമാണ് എന്നറിയാതെ ജീവിതം ജീവിച്ചു തീർക്കുന്ന ചില ആൾക്കാരുണ്ട്. അതിൽപ്പെടുന്ന ആൾക്കാരാണ് സ്റ്റെഫിയും ബ്രൂണോയും ഒക്കെ. പക്ഷേ സ്റ്റെഫി സ്വന്തം മിസ്റ്റേക്ക് സമ്മതിച്ചു തരില്ല.
അതും കൂടി ചേട്ടൻ്റെ തലയിലോ അമ്മയുടെ തലയിലോ ഒക്കെ ഇട്ടിട്ട് എസ്കേപ്പ് ആവുന്ന ആളാണ് സ്റ്റെഫി. നിങ്ങൾ അജേഷിൻ്റെ കാര്യം എടുത്ത് നോക്കൂ. അജേഷ് വലിയ ഡയലോഗൊക്കെ പറയുന്നുണ്ട്, നമ്മൾ ജീവിതത്തിൽ കിട്ടുന്ന സമയം മുഴുവൻ സെലിബ്രേറ്റ് ചെയ്യും, ബാക്കി സമയം മുഴുവൻ നമ്മൾ ഫൈറ്റ് ചെയ്യും എന്ന് പറയുന്ന ഡയലോഗൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഈ സെലിബ്രേഷൻ എന്ന് പറയുന്നത് അജേഷിനെ സംബന്ധിച്ച് മദ്യപിക്കുക എന്നുള്ളതാണ്. അജേഷ് വെള്ളം അടിക്കുന്നത് ശ്രദ്ധിച്ചായിരുന്നു, അടിയോടടിയാണ്, നല്ല അടി അടിച്ചിട്ട് ബോധം കെട്ട് കിടന്നുറങ്ങുക എന്നുള്ളതാണ്. അങ്ങനെ ഒരു സാഹചര്യം അയാൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അയാൾ അത് ഗംഭീരമായിട്ട് ഉപയോഗിക്കില്ലേ. ഇതിൽ ഇഷ്ടിയക്കളത്തിൽ വെച്ച് അജേഷിൻ്റെ അമ്മ തിരിഞ്ഞു നടക്കുന്ന സമയത്ത് പറയുന്നൊരു ഡയലോഗ് ഉണ്ട്, ആകെയുള്ള 3 സെൻറ്റ് സ്ഥലവും വീടും പണയം വെച്ചിട്ട് ആ ചെക്കൻ്റെ കളിയുന്നു. അജേഷിൻ്റെ ആ വീട് നമ്മൾ കണ്ടല്ലോ, ആ 3 സെൻറ്റ് സ്ഥലവും വീടും പണയം വെച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും 25 പവൻ സ്വർണം ഹുബാൾട്ട് മുതലാളിയുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കാനുള്ള പൈസ അജേഷിനുണ്ടാവില്ല. മാത്രമല്ല ഈ സ്ഥലവും വീടും പണയം വെച്ച് കിട്ടിയ പൈസ കൊണ്ട് 25 പവൻ്റെ ക്യാഷ് ഹുബാൾട്ട് മുതലാളിക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ സ്വർണം തിരിച്ചെത്താത്തതിൻ്റെ അല്ലെങ്കിൽ പണം തിരിച്ചെത്താത്തതിൻ്റെ പേരിൽ ഹുബാൾട്ട് മുതലാളിയുടെ മകൻ വന്ന് അജേഷിനെ തല്ലേണ്ട കാര്യമില്ല. സോ ഹുബാൾട്ട് മുതലാളിയും അജേഷും തമ്മിലുള്ളത് ഒരു മുതലാളി തൊഴിലാളി ബന്ധം മാത്രമാണ്. അജേഷ് ഈ ബിസിനസ്സിന്, ഈ സ്വർണം കൊടുക്കുക എന്ന് പറയുന്ന ആ ഒരു ബിസിനസ്സിൽ പണം മുടക്കിയിട്ടില്ല. അപ്പോൾ ആ 3 സെൻറ്റ് സ്ഥലവും വീടും ഇവൻ എന്തായിരിക്കും ചെയ്തിട്ടുണ്ടാവുക? എങ്ങനെയായിരിക്കും അത് പണയം വെച്ച സാഹചര്യം ഉണ്ടായിട്ടുണ്ടാവുക? കാരണവന്മാർ ഒന്നും ഉണ്ടാക്കിയിട്ടിട്ടില്ല എന്ന് അജേഷ് പറയുമ്പോൾ ആ 3 സെൻറ്റ് സ്ഥലവും വീടും ആകാശത്ത് നിന്ന് പൊട്ടി വീണതാണോ? അപ്പോൾ അജേഷിൻ്റെ കയ്യിൽ നിന്ന് കൈമറിഞ്ഞു പോയിട്ടുള്ളത് തന്നെയാണ്. അതിലൊരു പക്ഷേ ഈ മദ്യപാനം ഒരു വിഷയമായിട്ടുണ്ടാവാം, വേറെയും പല കാര്യങ്ങളും ഉണ്ടാവാം. അപ്പോൾ അങ്ങനെയുള്ള അജേഷാണ്. എന്നാൽ അതേസമയം അജേഷിന് വലിയ മോഹങ്ങളാണ്. അജേഷിന് വേണമെങ്കിൽ അമ്മയും അനിയത്തിയും ജോലി ചെയ്യുന്ന അതേ ഇഷ്ടിയക്കളത്തിൽ ജോലിക്ക് പോകാം. ഹുബാൾട്ട് മുതലാളിക്ക് വേണ്ടി ഇതേപോലെ കല്യാണ വീടുകളിലും തിരിച്ചും ഒക്കെ ഓടിക്കഴിഞ്ഞാൽ എത്ര രൂപയായിരിക്കും ശമ്പളമായിട്ട് കിട്ടുന്നുണ്ടാവുക? നല്ല ശമ്പളം കിട്ടേണ്ടതാണ് അല്ലേ? അപ്പോൾ കൂടുതൽ റിസ്ക് ഉള്ള ജോലി ചെയ്ത് കൂടുതൽ പണം ഉണ്ടാക്കുക എന്ന് പറയുന്ന ഒരു സ്ട്രാറ്റജിയാണ് അജേഷ് സ്വീകരിച്ചിട്ടുള്ളത്. റിസ്ക് എടുത്ത് കൂടുതൽ പൈസ ഉണ്ടാക്കുക എന്ന് പറയുന്ന ഒരു സ്ട്രാറ്റജി ഒരു പക്ഷേ അയാൾ വീടും പറമ്പും പണയം വെക്കുന്ന കാര്യത്തിൽ ഉപയോഗിച്ചിട്ടുണ്ടാവുക. അങ്ങനെ നോക്കുകയാണെങ്കിൽ ആ കുടുംബത്തിന് ആകെ ഉണ്ടായിരുന്ന 3 സെൻറ്റ് പറമ്പും വീടും പണയത്തിലാക്കിയത് അജേഷ് അല്ലേ? അജേഷ് എങ്ങനെയാണ് ഒരു നല്ല മകനോ നല്ല ചേട്ടനോ ആവുക? ഹുബാൾട്ട് മുതലാളിയുടെ മകൻ്റെ കയ്യിൽ നിന്ന് നല്ല അടിയൊക്കെ കൊണ്ടതിന് ശേഷവും ആട്ടും തുപ്പും സഹിച്ച് അജേഷ് എന്തിനായിരിക്കും അവിടെ കിടക്കുന്നുണ്ടാവുക? അജേഷ് ആക്ച്വലി നമ്മളൊരു കല്ല് കൊണ്ടുപോയി ഒരുപാട് പുല്ലുള്ള ഒരു സ്ഥലത്ത് ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് ദിവസം കഴിഞ്ഞ് ആ കല്ല് പൊക്കി നോക്കുമ്പോൾ എല്ലാ ചെടികളും ഇങ്ങനെ വാടി വറ്റി കിടപ്പുണ്ടാവും. പക്ഷേ അതിൻ്റെ ഇടയിൽ ഒരു പുല്ലുണ്ടാവും, അവനിങ്ങനെ എണീറ്റ് നിൽക്കാൻ ശ്രമിക്കും, മാക്സിമം തിരിച്ച് വളരാൻ ശ്രമിക്കും. അങ്ങനത്തെ ഒരാളാണ് അജേഷ് എന്ന് പറയുന്നത്. അജേഷ് ഒരു ക്ലീൻ മനുഷ്യനായിട്ട് സിനിമ മുഴുവൻ കണ്ടു തീരുമ്പോൾ എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ആ അജേഷ് എന്ന് പറയുന്നത് അവനൊരു ഫൈറ്ററാണ്. എന്തൊക്കെ പ്രശ്നം കൊണ്ടിട്ടാലും അവൻ തിരിച്ച് വളരാൻ ശ്രമിക്കും. നമ്മളുടെയൊക്കെ ഉള്ളിൽ അങ്ങനെ ഒരു അജേഷ് ഉണ്ട്. അതുകൂടി കൊണ്ടായിരിക്കും ആ ഡയലോഗ് കേൾക്കുമ്പോൾ ബഹുഭൂരിപക്ഷം വരുന്ന ആളുകൾക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതും അത് സെലിബ്രേറ്റ് ചെയ്യാൻ തോന്നുന്നതും. അപ്പോൾ അങ്ങനെ ഒരുപാട് ആഗ്രഹങ്ങളും മോഹങ്ങളും ഒക്കെയുള്ള അജേഷ് നമ്മുടെ സ്റ്റെഫിയോട് ചോദിക്കുന്ന ചോദ്യം കൊല്ലത്തേക്കാണെങ്കിൽ പോലും ഞാനും അങ്ങോട്ടാ എന്ന് പറയുന്നതാണ്. അജേഷിന് വലിയ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഉണ്ട്, അതിന് വലിയ അധ്വാനം കൂടിയേ തീരൂ. സ്റ്റെഫി ഒരു പക്ഷേ ജോലിയെടുത്ത് ജീവിക്കാൻ ആലോചിക്കുന്നുണ്ടാവാം. പക്ഷേ 10-32 വയസ്സ് വരെ ഇല്ലാതിരുന്ന ഒരു തോന്നൽ, തിരിച്ചറിവ് ആ സമയത്ത് പെട്ടെന്ന് ഇടിച്ചു കയറി വരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കും സംശയമാണ്. മാത്രമല്ല സ്റ്റെഫി അജേഷിനെ കാത്തിരിക്കുമ്പോൾ അജേഷിനോട് നിൻ്റെ ഇറച്ചിയിൽ മണ്ണ് പറ്റാതെ നോക്കിക്കോ എന്നൊക്കെ പറയുമ്പോൾ അജേഷിനോടൊരു ഇഷ്ടമുണ്ട്. അയാൾക്കൊപ്പം ജീവിക്കുന്നതിനെക്കുറിച്ച് ആ പെൺകുട്ടി ചിന്തിക്കുന്നുണ്ടാവും. പക്ഷേ അജേഷിൻ്റെ ജീവിത സഖിയായിട്ട് വീട്ടിലിരുന്ന് കാര്യങ്ങൾ നോക്കിക്കോളാം എന്ന് പറയുന്ന എന്തെങ്കിലും ഒരു തെറ്റ് തൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയാണെങ്കിൽ, അതായത് അവനവൻ്റെ തെറ്റുകൾ സംഭവിക്കുമ്പോൾ പോലും ചേട്ടനെടുത്ത് ചെയ്തതുപോലെ കുറ്റം മുഴുവൻ നിങ്ങളുടെ മനുഷ്യ, ഞാനിവിടെ മര്യാദയ്ക്ക് ജീവിക്കുകയായിരുന്നു, നിങ്ങളെ കൊണ്ട് എന്തിനു കൊള്ളാം എന്ന് പറയുന്ന രീതിയിൽ കുറ്റപ്പെടുത്തലും കാര്യങ്ങളൊക്കെ ആയിട്ട് കൂടുകയാണെങ്കിൽ അജേഷിൻ്റെ ലൈഫ് കുറച്ച് കഷ്ടപ്പാടായിരിക്കും. ഒരു മനുഷ്യനുണ്ടാവേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു ക്വാളിറ്റി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത് തെറ്റ് പറ്റുന്നത് അവനവൻ്റെ ആണെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാവുക എന്നുള്ളതാണ്. സ്റ്റെഫി ആ കാര്യത്തിൽ അത്ര നല്ലൊരു മനുഷ്യജീവിയാണോ എന്നെനിക്ക് സംശയമുണ്ട്. അല്ലെങ്കിൽ തലയ്ക്ക് തീ പിടിച്ച് ഓടുന്നതിനിടയിൽ തന്നെ ഇടക്കിടക്ക് കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ട്ണറും കൂടി ആയിക്കഴിഞ്ഞാൽ അജേഷിൻ്റെ ഓട്ടത്തിൻ്റെ വേഗത കുറയും. പിന്നെ നമ്മൾ അജേഷ് പറയുന്ന മറ്റേ ഡയലോഗൊക്കെ കേൾക്കുന്നുണ്ട്, പെണ്ണിന് എന്തിനാ പൊന്ന് എന്നൊക്കെ ചോദിക്കുന്ന ചോദ്യം. പെണ്ണിന് പൊന്നും വേണം, പണവും വേണം, ഭൂമിയും വേണം. അത് പെണ്ണിന് മാത്രമല്ല എല്ലാവർക്കും വേണം. സ്വന്തമായി കിടന്നുറങ്ങാൻ ഒരു തുണ്ട് ഭൂമിയും അധ്വാനിച്ചുണ്ടാക്കിയ പണവും അത് ഇൻവെസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഏതെങ്കിലും ഒരു മാർഗവും ഏതൊരു മനുഷ്യനും വേണം. ആൺ പെൺ ട്രാൻസ്ജെൻഡർ ഭേദമൊന്നും ഇല്ലാതെ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റായി നിൽക്കാൻ ആളുകൾക്ക് പറ്റണം. ആ പറ്റുന്നത് വരെ പണിയെടുക്കാൻ തയ്യാറാവണം. ആ തയ്യാറെടുപ്പ് സ്റ്റെഫി നടത്തുന്നുണ്ടെങ്കിൽ നല്ല കാര്യമാണ്. ആൻഡ് ഈ സിനിമയിൽ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടതും പക്ഷേ ഒരുപാട് കഷ്ടപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നതും ഒരു കുപ്പിപ്പുറത്തിരുന്ന് വേറൊരാളുടെ സങ്കടം കേൾക്കുമ്പോൾ വാളിയാ നമുക്ക് ഇവനെ സഹായിച്ചേ പറ്റൂ എന്ന് തീരുമാനമെടുക്കുന്ന ആളുകളെ കുറിച്ച് ഓർക്കുമ്പോഴാണ്. ഞാൻ അങ്ങനെ ഒരുപാട് സുഹൃത്തുക്കളെ കണ്ടിട്ടുണ്ട്. പക്ഷേ സഹായിക്കാൻ ഇറങ്ങിത്തിരിക്കുന്നതിന് മുമ്പ് ആരെയാണ് സഹായിക്കാൻ പോകുന്നതെന്ന് ഒന്ന് തിരിച്ചറിഞ്ഞാൽ നന്നായിരിക്കും എന്നൊരു കാര്യം കൂടി ചേർത്ത് വെച്ചിട്ട് നമ്മൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. പൊന്മാൻ എന്ന് പറയുന്ന സിനിമയോ കഥാപാത്രങ്ങളെയോ മോശമായി കാണിക്കുക എന്നുള്ളതല്ല നമ്മുടെ ഉദ്ദേശം. പക്ഷേ ഈ ക്യാരക്ടേഴ്സിനെ കുറിച്ച്, ഈ ട്രൈറ്റ്സിനെ കുറിച്ച് നമ്മളൊന്ന് ഇൻഡെപ്ത് മനസ്സിലാക്കിയാൽ നന്നായിരിക്കും എന്നെനിക്ക് തോന്നി. അപ്പോൾ അതൊക്കെ ഒന്ന് അവതരിപ്പിക്കാൻ വേണ്ടി ചെയ്ത വീഡിയോ ആണ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക.